ഹലോ അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാലോ? ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജംഷി രാത്രി സർപ്രൈസ് ആയിട്ട് വന്നതേനു കേട്ടോ. സാധാരണ വിളിച്ച് പറയലുണ്ട്, എന്ന് വരുന്നുണ്ട്, എന്താ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കലുണ്ട് കേട്ടോ. അന്ന് വിളിച്ചിട്ടൊന്നുമില്ല, പെട്ടെന്ന് വന്നതേനു. എല്ലാവർക്കും ഉള്ള ചോക്ലേറ്റും കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഉണ്ടേനും. കാര്യമൊന്നുമില്ല, എന്നോട് ചെറുതായിട്ട് ഞങ്ങളൊരു തെറ്റിലായിരുന്നു. അതിനുള്ള ഷോപ്പിംഗ് ആയിരിക്കും. എന്തായാലും ഡയറി മിൽക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടേനു. അപ്പോൾ ജൂണക്ക് ജംഷീനെ കാണുമ്പോൾ ഫസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഒരു മടി ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ആ കാണുമ്പോഴത്തെ ഒരു ഇത് അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റായി. അപ്പം അങ്ങനെ ഫുഡേക്കലും കാര്യങ്ങളും കഴിഞ്ഞ് മേലകളൊക്കെ കഴിഞ്ഞ് ഇതാ ജൂന മുടിവാരലാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഡ്രസ്സ് മാറ്റിയിട്ടും ഒക്കെ ജംഷനെയാണ് കേട്ടോ. ആ വരുമ്പോഴത്തെ ആ ഒരു തന്നെ ഉള്ളൂ, ഒരു കുറവും മാനക്കേടൊക്കെ ഉണ്ടാവും. പിന്നെ ജോലി ഉണ്ടാവും സെറ്റായിട്ടും. ഇനി നമ്മൾ ഇങ്ങനെ ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇനി ഒന്ന് കാണാൻ പോകുന്നത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ കേട്ടോ. അപ്പൊ രാവിലെ ഒരു 5:15 ആകുമ്പോൾ ജംഷി തിരിച്ച് പാലക്കാടേക്ക് തന്നെ പോയിട്ടോ. അപ്പൊ അങ്ങനെ സ്കൂളിലെ ദിവസമായതുകൊണ്ട് ഉമ്മതാ അവർക്ക് ചോറുക്കുള്ള സോയാബീൻ പൊരിക്കേനു. പിന്നെ ചായക്ക് അന്ന് ദോശയാണ് കേട്ടോ. പിന്നെ സാമ്പാർ ഇന്നലത്തെ ചൂടാക്കിയാണ്. പിന്നെ ചട്നി ഉണ്ടാക്കിയാണ്. ജസക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വെള്ള ചട്നിയും ദോശയും. അപ്പോൾ സ്കൂൾക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് അമ്മ വെല്ലുള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലിട്ട് ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ട് നല്ലോണം വാട്ടി വെക്കുന്നുണ്ടോ. എന്നിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിൽ അരച്ചിട്ടാൽ അതന്നെ മതി കേട്ടോ കുറേ ദോശ കഴിക്കാൻ. അപ്പം അങ്ങനെ ഒരു ചമ്മന്തി ഉമ്മ ഉണ്ടാക്കിനു. പിന്നെ അതാ അവർക്ക് സ്നാക്സിന് പഴം വാട്ടിയത് മതി പറഞ്ഞിട്ട് അങ്ങനെ പഴം വാട്ടിയതാട്ടോ. പിന്നെ ജസക്ക് സ്കൂൾക്കും ദോശയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ അത് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ടിഫിനിൽ അത് ആക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ അവർക്ക് ചായ കൊടുത്തു. അപ്പോൾ യാരിൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ജസ ചായ എടുക്കാൻ വന്നത്. ഞാൻ ഓരോ ടിഫിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. അപ്പോൾ ജസ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യാരിൻ്റെ ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഓളെ ബസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഷൂ ഇടണില്ല, ഇന്ന് ചെരുപ്പ് മതി പറഞ്ഞിട്ട് അതിടാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ മഴയാണ്. അപ്പൊ ആ വഴിയിലൊക്കെ വെള്ളം ഉണ്ടാവും, അപ്പൊ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അന്ന് ചെരുപ്പിട്ടാട്ടോ പോയത്. അപ്പൊ അങ്ങനെ യാരിന്റെ ബസ് വന്നു, അവളെ കയറ്റി വിട്ടിട്ടോ. പിന്നെ തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ്. അപ്പൊ ഞാൻ അവളെ കൊണ്ടാക്കാൻ വന്നപ്പോൾ ജൂനി എണീച്ചിട്ടൊന്നുമില്ലേനു. പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവളെ ദീദിനാക്കി തിരിച്ചു വന്നപ്പോൾ ഇവിടെ അതാ ജൂനിയർ റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്നെ വലിയ മൈൻഡ് ആക്കണില്ല കേട്ടോ. ദീദിനാക്കാൻ പോയപ്പോൾ കൊണ്ടുപോകാത്താണ്ടാ തോന്നുന്നുണ്ട്, മൈൻഡ് ഒന്നും ചെയ്യുന്നില്ലേനും. ഇനി ഞങ്ങൾക്ക് ജസനാക്കി കൊടുക്കാണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസനാക്കാൻ ഓളയും കൊണ്ട് പോയിരുന്നു. പക്ഷെ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ബാബാന്റെ കൊടേന് ഇമ്മമാരുടെ കൊടേന്. അപ്പൊ അങ്ങനെ ഉമ്മാന്റെയും ജൂനിന്റെയും കൊടതർക്കൊക്കെ കഴിഞ്ഞ് ഞാനും ജൂനിയും ചായ എടുക്കാൻ കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടത്തിലേന്. കാരണം ജൂനക്ക് ഉമ്മ ചായ എടുക്കാനായിട്ട്, എനിക്ക് ഉമ്മ ചായ എടുക്കാനായിട്ട്. ഉമ്മക്കത് നോമ്പായതുകൊണ്ട് ഉമ്മ ചായ എടുക്കാനൊന്നും ഇല്ലേനു. അപ്പൊ ഉമ്മ കുറച്ച് പാത്രങ്ങൾ ഉണ്ടേനു കഴിക്കാൻ, അത് കഴുകി വെച്ചിട്ട് ഉമ്മ റെസ്റ്റ് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ ഞാനങ്ങനെ ജൂനിനെ കുളിപ്പിച്ച് ഹോൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കാൻ നിൽക്കേനു. അപ്പോൾ ഓള് ഭയങ്കര ടേസ്റ്റിൽ വെള്ളം കുടിക്കട്ടോ. ജൂനിൻ്റെ വായിക്ക് നോക്കുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിന് ഇത്ര ടേസ്റ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓൾ ഇറക്കി വന്ന ശേഷം ഉമ്മാൻ്റെ ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോവാം. മുട്ട, ഒരു കപ്പ് പഞ്ചസാര, തുള്ളിയോ അല്ല ഒരു 4 ഏലക്ക. ഇനി ഇതിക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ റവ,
പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ അപ്പസോഡ ഒരു നുള്ളു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ കയ്യിൽ യെല്ലോ കളർ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മുട്ടൻ്റെ ഇത് അടിച്ചെടുക്കണമല്ലോ, അതിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാട്ടോ വേണ്ടത്. സത്യം പറഞ്ഞാൽ ഇമ്മ അപ്പം വിചാരിച്ചിട്ടില്ലേനു കേട്ടോ ഇതാക്കി വെക്കാൻ. മോള് സ്കൂളിൽ തന്നിട്ടൊക്കെ മതിയാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാനാ പറഞ്ഞത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ച് വെക്കണം. അപ്പോൾ ഉമ്മ പറയാം എനിക്ക് വീഡിയോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഓരോന്ന് പറയാനേ. ഇതിൻ്റെ ഡോമോരിക്കൊക്കെ നേരത്തെ കുഴച്ച് വെക്കേണ്ടി വരും. വീഡിയോ എടുക്കാനല്ലേ ഐഡിയാണ് അത് കടന്ന് അതിൽ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ എന്താ പറയാ ഓലൊരു 3 മണിക്ക് തന്നെ ഈ വെട്ടേക്ക് ഉണ്ടാക്കണം. ഓരോ കൊണ്ട് കുഴച്ച് വെക്കും. ഒരു 4 മണിക്ക് ഇങ്ങനെ വെട്ടി കേക്കും ചായയും കൊടുക്കും. ഞങ്ങളവിടെ ഉണ്ട് ഓടയ്ക്കൽ പാലത്തിൻ്റെ പോണ വൈകിൻ്റെ നേരെ മുമ്പിൽ. സാധാ വെള്ളം പിന്നെ അത് ഉറപ്പാകുമോ എനിക്കറിയില്ല. അപ്പൊ കൊണ്ടുവരുമ്പോ നല്ല സോഫ്റ്റ് കാണാം, ഭയങ്കര മധുരം ഉണ്ടാവും. തന്നെ പിന്നെ അത് ഇതാകുമോ എനിക്കറിയില്ല. കാരണം അത് കുറച്ച് കൊണ്ടുവരുള്ളൂ. അപ്പൊ പിന്നെ അപ്പൊ തന്നെ തിന്നു കഴിയും. ഇത് കുട്ടി കേക്ക് കഴിക്കാണ്ടൊക്കെ ഉണ്ടാക്കാം നമുക്ക്. വലിയ വരുന്നുണ്ടല്ലോ അമ്മ. ഇനി ഒരു വെട്ട് കേക്കിന്റെ ഷെഫായി മാറുമോ? മിനീസ് വെട്ട് കേക്ക്. അപ്പൊ ഉമ്മാന്റെ വെട്ട് കേക്കിനുള്ള മാവൊക്കെ ഏകദേശം സെറ്റായി. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ആ സമയത്ത് ഞാനിതാ ചോറ് വയ്ക്കാണ്. നല്ല ഉണക്കൽ സാവ് പൊരിയും സാമ്പാറും പപ്പടം കൂട്ടി ചോറ് വെച്ചിട്ടോ. അപ്പൊ വൈകുന്നേരം ആയപ്പോ ഇതാ നമ്മളെ ജൂനക്കുട്ടി എണീറ്റിട്ടുണ്ട്. അപ്പൊ ഇനി ജസ സ്കൂളിട്ട് വരുന്നത് നോക്കിയിരിക്കാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണാട്ടോ ഉമ്മാന്റെ റൂമിൽ നിന്ന് നമ്മൾ ആ ബാക്ക് സൈഡിലുള്ള ഗേറ്റിനൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നത് നമുക്ക് ശരിക്ക് കാണാം. അപ്പൊ അതിങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ. നമ്മുടെ ഗേറ്റാണ് കാണുന്നത്. അപ്പൊ നമ്മളുടെ ജസാത്തി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തോ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ, കയ്യിലെന്തോ സ്റ്റാറൊക്കെ ഒട്ടിച്ച് വന്നാണ്. അപ്പൊ അങ്ങനെ ജസനെ കണ്ടിഞ്ഞ് വേഗം അയിക്കൂടെ വാ എന്നൊക്കെ പറയട്ടോ. ഇപ്പൊ ഓടിച്ചെന്ന് വാതിലൊക്കെ തുറന്നെടുക്കാൻ പോവാണ്. അപ്പൊ ഉമ്മതാ നമ്മുടെ മാവ് ഇവിടെ സെറ്റ് ചെയ്യണോ എന്നൊക്കെ നോക്കാൻ വന്നു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഉമ്മ ഒരു വെട്ട് കേക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ചതുരത്തിലാക്കിയാണ് തന്നെ ചെയ്തത്. ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ കുട്ടി കുട്ടി കേക്ക് ആയിക്കാണ്ടോ എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കിയെടുക്കാം കേട്ടോ. ചെറിയൊരു വെട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മ. അപ്പൊ ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ഇതാ ഉമ്മ ഇരുമ്പിന്റെ ചട്ടിയിൽ ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇത് നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ വെട്ട് കേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഉള്ളു വേവില്ല, എന്നാൽ പുറം പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഉള്ളൊക്കെ ശരിക്ക് വേവുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വെട്ട് കേക്ക് ഇതാ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഞങ്ങൾ ചായ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, അതേപോലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.